നമസ്കാരം. കുറച്ചു കാലമായിട്ട് നമ്മൾ പേപ്പർ എടുത്താൽ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ ഒരു 1.5-2 മാസമായിട്ടുണ്ടാവും പല പേപ്പറിൻ്റെ എഡിറ്റോറിയലിലും വരുന്നത് രാസലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് MDMA ഇത് പിടിച്ചു, കുറേ കുട്ടികൾ ഉപദ്രവിച്ചു, ഇതിൻ്റെയൊക്കെ അങ്ങനെയാണ് എപ്പോഴും കാണുന്നത്. ഇത് തുടക്കം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പയ്യൻ അവൻ്റെ വീട്ടിലെല്ലാവരെയും ചുറ്റി വെച്ച് അടിച്ചു കൊന്നു. അതിന് മുമ്പും കുറച്ച് ചെറിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊരു വലിയ ദാരുണമായ സംഭവമായിരുന്നു. അപ്പോൾ അവൻ MDMA ഉപയോഗിക്കുന്നു, അത് ഒരു റീസണാണ്. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ അതിനൊക്കെ മുമ്പേ നമുക്കിവിടെ എറണാകുളത്ത് തന്നെ ജീവിക്കുന്ന പലർക്കും അറിയാം ഈ മയക്കുമരുന്ന് കഴിക്കുന്ന പിള്ളേരെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. പല സ്കൂളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവമല്ല, വർഷങ്ങളായി. അതിപ്പോൾ ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ പേര് വരലും മാറിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇത്രയും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. MDMA അന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം അതിനെപ്പറ്റി നമുക്കറിയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അന്നും കഞ്ചാവോ എല്ലാ സാധനവും എല്ലായിടത്തും കിട്ടുമായിരുന്നു. അപ്പോൾ ഇതൊരു പുതിയൊരു പ്രതിഭാസമൊന്നുമല്ല. പിന്നെ ഇപ്പം ഞാൻ കാണുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ഒരു പയ്യൻ കുറേ പേരെ കൊല്ലുന്നു. അപ്പോൾ അതിന് ഇത് വേറൊരു സംഭവം തന്നെയാണ്. മാതാപിതാക്കളെല്ലാവരും കൊല്ലുന്നു, അങ്ങനെ എല്ലാ കൂടെ ഉള്ള അനിയനെ കൊല്ലുന്നു എന്നുള്ള സംഭവം ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം രാസലഹരിയിലേക്ക് പോകുന്നു. അവൻ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെട്ട് ചെയ്തതായിരിക്കാം. അല്ല, പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഇവന് മയക്കുമരുന്നിൻ്റെ ഒരു ഉപഭോക്താരം തന്നെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. എനിവേ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്ക് കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ കാണുന്നു. ഇങ്ങനെ അത് ചെയ്യരുത്, മയക്കുമരുന്ന് കഴിക്കരുത്, ഇതെല്ലാം ശരിയാണ്. ലഹരി എല്ലാം പ്രശ്നം തന്നെയാണ്. ലഹരി പക്ഷേ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. നല്ല ലഹരിയിലേക്ക് മാറുക എന്നുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന കാര്യം ഇതൊന്നുമല്ല. അതായത് ഈ ലഹരി അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ ഇപ്പോൾ മദ്യം വിട്ടിട്ടാണ് ഇപ്പോൾ കാശുണ്ടാക്കുന്നത്. കാശ് റവന്യൂ സോഴ്സിന് വേറെ മാർഗങ്ങളൊന്നുമില്ല. ലോട്ടറി അതും ഒരു ലഹരിയാണ് ചിലർക്ക്, ലോട്ടറി ലഹരിയാണ് ചിലർക്ക്, മദ്യം ലഹരിയാണ്. അപ്പോൾ ഇതൊക്കെ മുതിർന്നവരാണ് ചെയ്യുന്നത്. അത് ലോട്ടറി എടുക്കുന്നത് മുതിർന്നവരാണ്, മദ്യം കഴിക്കുന്നത് മുതിർന്നവരാണ്. അവരൊരു അച്ഛനാവാം, അല്ലെങ്കിൽ ചേട്ടനാവാം, അനിയനാവാം, ആരെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ അനിയത്തിയാവാം, അല്ലെങ്കിൽ ചേച്ചിയാവാം, ഭാര്യയാവാം, ആരെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവർക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞാലാണല്ലോ മുതിർന്നവർ. അവർക്ക് ഈ സാധനമൊക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ച് നടക്കാം. ഈ അവർക്കെതിരെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ കൊച്ചു പിള്ളേർ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇങ്ങനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്ന ആരാ? മുതിർന്ന ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ. അവരായിരിക്കുമല്ലോ ഈ ലഹരിയുടെ മെയിൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. ഈ പുറത്തുനിന്ന് ഇവർ വരുന്ന എന്തായാലും കൊച്ചു പിള്ളേർ കൊണ്ടുവന്നാൻ വഴിയില്ല, അതെന്തായാലും വലിയ ആൾക്കാർ തന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർ ഉപയോഗിക്കുന്നു, ആ പിള്ളേരെ നമ്മൾ മൊത്തം കുറ്റം പറയണം. അതാണ് ഞാൻ ആ പോയിലേക്ക് വരുന്നത്. അതായത് കുട്ടികളുടെ അടക്കം കുറ്റം പറയുകയാണ്. ഇത് കുട്ടികളുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ അവിടെ ഈ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ഒരു പങ്കുമില്ലാത്ത രീതിയിലാണ് ഈ ഉപദേശികളൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദേശിക്കുന്ന ആരാന്ന് വെച്ചാൽ ആയിരം ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ആൾക്കാർ തന്നെ. അതായത് അവർ ചിലപ്പോൾ MDMAക്ക് അടിമയായിരിക്കില്ല, ഒരുപക്ഷെ മദ്യത്തിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു അപ്പനായിരിക്കാം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു അമ്മയായിരിക്കാം. ഇനി ഇതും അല്ലെങ്കിൽ മതം എന്ന ലഹരിക്ക് അടിമപ്പെട്ട പള്ളിയിലെ ഒരു അച്ഛനായിരിക്കാം. ഇവന്മാർക്ക് ഈ ലഹരിയൊക്കെ നല്ല വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയാം. നന്നായിട്ട് ലഹരിയിൽ ആറാടിക്കുന്നവർ കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ആ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്? ലഹരി ഉപയോഗിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ലഹരി ഏതായാലും അത് കൺട്രോൾ ചെയ്യേണ്ട സാധനമാണ്. പ്രത്യേകിച്ച് ഈ MDMA കഴിച്ചു കഴിഞ്ഞാൽ നെർവസിനെ അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ആ ജീവിതം മുഴുവൻ തകർന്നു പോകും. കുടിക്കാൻ പാടില്ല, വലിക്കാൻ പാടില്ല, എല്ലാം ശരിയാണ്. അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് നമുക്ക് ബുദ്ധിയുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ലഹരി അവിടെ ഇരുന്നോട്ടെ. എനിക്ക് പറയാനുള്ളത്, ഉപദേശിക്കുന്നവനും അവൻ്റെ ജീവിതത്തിൽ പകർത്തിയ ഒരാളായിരിക്കണം, അല്ലാണ്ട് അവൻ്റെ ജീവിതത്തിലൊന്നും പകർത്തില്ല. അതായത് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു അപ്പൻ പറഞ്ഞ എൻ്റെ മോൻ IAS പഠിക്കുന്നതാണ്. അപ്പോൾ ഇയാൾ സ്വന്തം ലൈഫിൽ പകർത്താത്തൊരു കാര്യം സ്വന്തം മക്കളോട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഓൺ വാട്ട് ഗ്രൗണ്ട്സിലാണ് ഇയാൾ സംസാരിക്കുന്നത്? അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് എന്നോർത്തുകൊണ്ട് പറയരുതെന്നല്ല, പക്ഷേ ഈ കുട്ടികൾ ഇത്രയും കുറ്റം പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ കുറ്റം പറഞ്ഞ ഈ കുട്ടികൾ തന്നെയാണ് ഈ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മളെന്ന് വെച്ചാൽ പല ഈ മുതിർന്ന ആളുകൾ പലരും ഇവർ വെറുതെ ഫോണും ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന അങ്ങനെ ആക്ഷേപിക്കപ്പെട്ട ആ കുട്ടികൾ അന്ന് എന്തൊക്കെയാണ് ചെയ്തത് നമുക്കറിയാം. കാരണം അന്ന് ഉണർന്ന് പ്രവർത്തിച്ചവരിൽ അധികം പേരും ഇതേ കുട്ടികൾ തന്നെയാണ്. അവരുടെ കയ്യിലുള്ള ഫോൺ കൊണ്ടാണ് അവർ മാജിക് കാണിച്ച സമയത്ത് എത്രയോ ആളുകളെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വെറുതെ മടിയന്മാരാണെന്ന് കരുതുന്ന പല ആൾക്കാരും ഇവരൊക്കെ മടിയന്മാരല്ല, നന്നായിട്ട് സാമർത്ഥ്യമുള്ള ആളുകളാണെന്ന് ആ കുട്ടികളെ ഞാൻ തെളിയിച്ചതാണ്. അന്ന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും ലഹരിക്ക് അടിപൊളി പോയിട്ടുണ്ടാവാം, അവരെ തെറ്റിനും തിരിച്ചു വരുത്താം. പക്ഷേ ആക്ഷേപം വരുമ്പോൾ എല്ലാം അടുപ്പിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളെല്ലാം എങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാം? തിരിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാവിലെയും വൈകുന്നേരം പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി ഓരോ കെട്ടുകഥയും പറഞ്ഞ് കുട്ടികളുടെ മനസ്സ് മാറ്റിയതും
ആ ലഹരിയിലേക്ക്, മതം എന്ന ലഹരിയിലേക്ക് ആറാടിച്ചതും ആത്മാവ് എന്നൊരു സംഭവം ഉണ്ടെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പള്ളിയിലേക്കും കുർബാനയ്ക്കും ഒക്കെ വിട്ട് ഇങ്ങനെ, അതായത് ഈ ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ഈ യുഗത്തിൽ ഈ ആത്മീയത കള്ളപ്രവാചകന്മാരുടെയും ഈ കള്ളത്തരത്തിൻ്റെയും കൂടെ നിൽക്കാൻ വേണ്ടി സ്വന്തം മക്കളെ ഇങ്ങനെ ആക്കിയെടുത്തതും ഇവരൊക്കെ തന്നെയാണ്. അതും ഒരു ലഹരിയാണ്. ആ ലഹരിയിലാണ് ഞാൻ കാണുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ മിക്ക ആൾക്കാരും, അല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഇവരിപ്പം ആത്മീയതയിലേക്ക് പോകണം. ആത്മീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തട്ടിപ്പാണ്. ഈ MDMA പോലെ തന്നെ പറ്റിയൊരു തട്ടിപ്പാണത്. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവർക്ക് എല്ലാ ആഴ്ചയും കുടുംബ സമ്മേളനം, അതിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഈ ആത്മാവ് ഉണ്ടാക്കിയത് തന്നെ ഈ മതപുരോഹിതന്മാർ കൂടിയാണ്. കാരണം അവന്മാർക്ക് ജീവിക്കാൻ ഈ ആത്മാവ് എന്നുള്ള പേര് കൊടുത്താൽ മാത്രമേ ആൾക്കാർ അവർക്ക് കാശ് കൊടുക്കുള്ളൂ. ആ ഒരു പേടി അവരുള്ളിൽ വളർത്തി അത് ക്യാഷ് ഡം എന്ന രീതിയിൽ തന്നെ കൊച്ചു പിള്ളേരെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥാനം, നമ്മളൊരു പ്രത്യേക മതത്തിൽ പറയാനുള്ള ആ സ്ഥാപനത്തിലേക്ക് പേടിപ്പിച്ച് വിട്ട് അവിടെ എല്ലാ ആഴ്ചയും അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് പേടിപ്പിച്ച് അവരൊരു 10-12 വയസ്സാകുമ്പോൾ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ചാടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അത്രത്തോളം ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഓവർകം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കേൾക്കണ കഥ കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവരം പോലും ഇന്നത്തെ ഇപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ 40 വയസ്സിന് ആളുകൾക്ക് അവരുടെ കാര്യം പോയി. കാരണം അവർ അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് വന്നതാണ്. അവരുടെ കുട്ടികളെ പോലും അങ്ങോട്ട് വരണേ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് 2 ആ ഒരു കെട്ടുകഥ എന്ന ഒരു ലഹരിയിലേക്ക് അല്ലെങ്കിൽ മതം എന്ന ലഹരിയിലേക്ക് ഇവർ മക്കളെ മനഃപൂർവ്വം തന്നെ നടത്തുന്നു. 2 ഈ കുട്ടികളെ ഇവരുടെ പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ വീട്ടിൽ വന്നൊന്ന് സംസാരിക്കാനോ അവരോടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും ഈ പറഞ്ഞ ലഹരിക്ക് അടിമപ്പെട്ട മാതാപിതാക്കൾക്ക് പലർക്കും അറിയാൻ പാടില്ല. അവർ ചിണക്ക് ശരിയാണെന്ന് ചെയ്യും. അവർക്ക് ചില തെറ്റുകളാൽ പോലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിള്ളേർ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെയായിരുന്നില്ലേ എന്താ നമ്മുടെ മുമ്പിൽ തലമുറ നമ്മുടെ ചെയ്തു. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പൻ്റെ മകനാണെങ്കിൽ ആ മകൻ പലതും കാണണ്ട. അപ്പനിങ്ങനെ കള്ളു കുടിച്ച് മരിക്കുന്നതും പിന്നെ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് ലങ്സ് ക്യാൻസർ വന്ന് മരിക്കുന്നതൊക്കെ ഈ മക്കൾ കാണുന്നുണ്ട്. അതിൽ 1-2 മക്കൾക്ക് മാത്രമേ വിവരം വയ്ക്കുള്ളൂ. അവരിൽ മാറിപ്പോയിണ്ടാവും. പക്ഷെ വേറൊരു മകൻ ചിലപ്പോൾ ഇതേപോലെ കള്ളുപിടിച്ച് പോകും. അപ്പോൾ ലഹരി അന്നും ഉണ്ട്. അപ്പോൾ ഈ വേറെ കാര്യം പറഞ്ഞാൽ പണ്ടത്തെ കാരണന്മാർ, അതായത് പണ്ട് അപ്പൂപ്പൻ്റെയൊക്കെ അപ്പൻ ആ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ലഹരി അത് ഈ കറുപ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. കഞ്ചാവൊക്കെ അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് ഈ വേദനയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ മുറുക്കാൻ്റെ കൂടെ കറുപ്പ് കഴിക്കുന്ന മുത്തശ്ശിമാരൊക്കെ ഞാൻ എൻ്റെ ചെറിയ ഓർമ്മയിൽ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. മലബാർക്ക് ചെന്നപ്പോൾ കറുപ്പ് ഇങ്ങനെ കിട്ടുന്നുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ലഹരിയാണ്. അതൊക്കെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഒപ്പിയൊക്കെ ഉണ്ടാക്കുന്ന രാജ്യം. അപ്പോൾ അതുവഴിക്കാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. അതുവഴിക്ക് അവർ തീവ്രവാദികളുടെ അടുത്ത് കാശ് കിട്ടുന്നു, ആ ഒരു വെപ്പണിലേക്ക് മാറ്റുന്നു, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലഹരി നല്ലതല്ല. ലഹരി നിങ്ങൾക്ക് എങ്ങനെ വിചാരിച്ചാലും നിരോധിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കുറച്ച് പേര് രക്ഷപ്പെടുത്താൻ പറ്റിയാലും ലഹരി എന്നുള്ള ഒരു മോചനം നേടണമെങ്കിൽ നമുക്ക് ഉള്ളിൽ നല്ല വിവരം വന്നാൽ മാത്രമേ ഇത് മാറാൻ പറ്റുള്ളൂ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പട്ടയെ ചൊല്ലുന്നതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. തായ്ലൻഡിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മോശം കാര്യമാണ്. അത് പട്ടയെ ചെന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. അത് പറഞ്ഞാൽ കുറച്ച് സത്യമുണ്ട്. കാരണം ഇവിടുത്തെ പല മലയാളീസും പട്ടയെ പോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഈ ഇങ്ങനെ കള്ളു കുടിക്കാം, എന്ത് പരിപാടിക്കും പോകാം. പക്ഷേ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഈ കള്ളുകൂടിയും അല്ലെങ്കിൽ കാഠ്മണ്ഡു ആയിക്കോട്ടെ എവിടെയായാലും ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആയിക്കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ, അതായത് നോ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അവിടെയാണ് വിജയിക്കണേ. അല്ലാണ്ട് ഇന്നിപ്പോൾ ഇവിടെ കിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പ്ലെയിൻ എടുത്ത് പോയി വേറെ അടുത്ത് എല്ലാം വാങ്ങിക്കാൻ പാടില്ല. എല്ലാം പറ്റും. ഇപ്പോൾ ഈ എക്സാമ്പിൾ തായ്ലൻഡിൽ തന്നെയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഓരോ കടകളിലും കട വെച്ചാൽ അതിനുള്ള കാനിബാസം പറഞ്ഞൊരു കഞ്ചാവിൻ്റെ കടകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ അവർ ഇന്ത്യൻ ആൾക്കാർ തന്നെയാണ് അവിടെ ആ കട നടത്തുന്നത്. ഇന്ത്യക്കാർ തന്നെ മിക്കവരും നടത്തുന്ന സംഭവം. അപ്പം അവിടെ അവരവിടെയാണ് സ്ഥലം എന്നോർത്തുകൊണ്ട് തായ്ലൻഡിലെ കുട്ടികളെല്ലാവരും ഇത് പോയി കഴിക്കണോ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഇന്ത്യക്കാരായിരിക്കും അവിടെ പോയി കഴിക്കും. ഇവിടെ കിട്ടാത്തതാണ് അവിടെ പോയി കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ചില രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കഞ്ചാവ് അവർ ലീഗലൈസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? അവരുടെ റവന്യൂ ഉണ്ടാക്കാനും ആ കാശ് അവർക്ക് കിടക്കും. ഇപ്പോഴും കഞ്ചാവ് ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകളായിരിക്കാം, പക്ഷെ ഗവൺമെന്റ് റവന്യൂ കിട്ടുന്നില്ല. അപ്പോൾ റവന്യൂ കിട്ടുന്ന ഒരു സോഴ്സ് കഞ്ചാവിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് മാറ്റുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് റവന്യൂ വരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നും അങ്ങനെ മാറ്റിയാലും ഉപയോഗിക്കുന്നവർ മാത്രമേ അന്ന് ഉപയോഗിക്കുള്ളൂ, ഉപയോഗിക്കാത്തവർ അന്നും ഉപയോഗിക്കില്ല. എല്ലാ കാര്യങ്ങളും തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് MDMA കൊടുക്കാനല്ല പറയണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്മോക്കിംഗ് എന്തുകൊണ്ട് നിരോധിക്കാൻ പറ്റുന്നില്ല? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് തന്നെയാണ് നമുക്ക് സപ്ലൈ ചെയ്യണത്. മദ്യം ഉണ്ടാക്കുന്നത് പോലും ഗവൺമെന്റാണ്, നമുക്ക് തരുന്നത് ഗവൺമെന്റാണ്. എന്നിട്ട് പറയും മദ്യം കുടിച്ചവന്മാരെ ഫൈൻ അടിക്കും. മദ്യം കുടിച്ച് റോട്ടിൽ കാണാൻ പാടില്ല, അവിടെ കാണാൻ പാടില്ല. ഇതൊക്കെ കേരളത്തിലെ ഒരു പ്രശ്നമാണൊക്കെ. കേരളത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ചങ്ങ് മാറിയ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഗോവയിലോ പോയി കഴിഞ്ഞാൽ
നമുക്ക് റോഡിൽ ഒരാൾ കിടക്കണം ഞാൻ കണ്ടിട്ടില്ല. റോഡിൽ കള്ളുടിച്ച് ഇവിടെ കിടക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, നേരിട്ട് ലീഗലൈസ് കിട്ടില്ല സാധനം. അപ്പോൾ ഒളിച്ചും പാത്തും എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ട് പോകണ വയ്ക്കി ചിലപ്പോൾ ബോധം കിട്ടടെ കിടക്കും. മറ്റൊരു വീട്ടിൽ നിന്ന് സുഖമായിട്ട് കഴിക്കാം. ചില രാജ്യങ്ങളിൽ ഈ നമ്മുടെ വാറ്റുചാരം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ടെന്ന് പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ അത് സ്വന്തം വീട്ടിൽ തന്നെ നല്ല സാധനം ഉണ്ടാക്കി കഴിക്കാമെന്നവരാണ്. ഇതിപ്പോൾ അതല്ല, ഇത്രയും വില കൂടിയ സാധനം അവരുടെ സമ്പത്തിന് നല്ലൊരു സംഭവം കൊടുത്തിട്ടാണ് ഇവർ ഈ മദ്യം വാങ്ങിച്ച് കഴിക്കുന്നത്. അത് നേരിയ അളവിൽ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ലഹരിയൊക്കെ നേരിയ അളവിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ മദ്യം പറഞ്ഞത്, മദ്യം നേരിയ അളവിൽ കഴിച്ചാൽ കുഴപ്പമില്ല എന്നല്ല, പക്ഷേ വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞാൽ ആരും മരിച്ചു കിട്ടുന്നില്ല. അതൊരു പ്രോത്സാഹിപ്പിക്കാൻ പറയണല്ല. ഇതെല്ലാം കൺട്രോൾ ലെവലിലാക്കുവാണെങ്കിൽ അതായത് നമ്മൾക്കൊരു അവയർനെസ് വേണം. സ്വയം അവയർനെസ് ഉള്ളവർ മാത്രമേ ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിനും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിപ്പോൾ മതത്തിൻ്റെ കേസായാലും ശരി, മദ്യത്തിൻ്റെ കേസായാലും ശരി, മയക്കുമരുന്നിൻ്റെ കേസായാലും ശരി. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, അത് എൻ്റെ ഹെൽത്തിനെ ബാധിക്കും, എന്നെ ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ഉപയോഗിക്കില്ല. എനിക്ക് നന്നായിട്ട് ജീവിക്കുന്നത് ഞാനത് തീരുമാനിക്കണം, മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് വലിയ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അളക്കണത് ഒന്നുകിൽ കാറ് അല്ലെങ്കിൽ അവൻ്റെ വീട്, അവൻ്റെ തല വെച്ചിട്ടല്ല. നമ്മൾ ഒരാളെ കണ്ടിട്ട് അയാളുടെ വീട് എവിടെയാണ്, അയാൾ ഏത് കാറി വന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴും മലയാളീസുകളായ പല ആളുകളും മറ്റുള്ള അളക്കണേ. ജീവിതം എങ്ങനെ നയിക്കേണ്ടതെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക. അത് നമ്മൾ ഓരോ ദിവസം ക്വാളിറ്റിയായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ, ചെറിയ കാറായാലും മതി, ചെറിയ വീടായാലും മതി, ആ വീട്ടിൽ നന്നായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ആ ജീവിതമാണ് നല്ലത്. നാട്ടുകാരെ കാണിക്കാൻ ചോദിച്ചാൽ ഒരുത്തരും രക്ഷപ്പെട്ട ചരിത്രമില്ല. രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ഫൈനാൻസിലപ്പോൾ രക്ഷപ്പെട്ടുണ്ടാവും, ഫൈനാൻസിൽ അല്ലാത്തവരും രക്ഷപ്പെട്ടുണ്ടാവും. അത് ചിലപ്പോൾ അവർ പുറത്ത് കാണിക്കാത്തായിരിക്കും. പക്ഷെ നമ്മൾ ഓരോ ദിവസം നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തുടങ്ങിയാൽ മതി, അയാൾ മറ്റുള്ളവരെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാലും മതി. അപ്പോൾ അത് ശരിക്കും ചെയ്യേണ്ടത് ആദ്യമേ വന്ന ആളുകൾ എന്ന നിലയ്ക്ക് മുതിർന്നവർ തന്നെയാണ്. മുതിർന്നവർക്ക് സെറ്റ് എക്സാമ്പിൾ ആവാൻ പറ്റിയാൽ ഒരു കൊച്ചും ഒരു വീട്ടിൽ നിന്നും വഴിതെറ്റിപ്പോവില്ല. എന്നിട്ടും വഴിതെറ്റിപ്പോണെങ്കിൽ പോട്ടെ, അത് ചിലപ്പോൾ ഇൻബോണായിട്ട് ക്രിമിനൽ ബൈൻഡൊക്കെ ഉള്ള ആളുകൾ വളരെ ചുരുക്കം പേരുണ്ടാവും, അവരൊക്കെ പോകുമായിരിക്കും. പക്ഷെ അധികം പേരും പോവില്ല. ആദ്യമേ നമ്മൾ മക്കളെ കുറ്റപ്പെടുന്നതിന് മുമ്പ് അവനോട് തന്നെ നോക്കുക. അവനോട് തന്നെ നോക്കുമ്പോൾ അവനോട് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു അപ്പനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ വേണമെങ്കിൽ മക്കളോട് ഉപദേശിക്കാം. അത് ഞാൻ തിരുത്തും, അല്ലെങ്കിൽ തിരുത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കാൻ കുഴപ്പമില്ല. അതൊന്നും പറ്റാണ്ട് ഇപ്പോൾ ഇത്രയും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറെടുത്ത കാണുന്ന സ്ഥിരം MDMA അവർ പിടിച്ചു എന്നുള്ളതാണ്. പിടിച്ചോട്ടെ, ശിക്ഷിച്ചോട്ടെ. പക്ഷേ ഈ പിടിക്കപ്പെടുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ മുതിർന്നവർക്ക് വലിയൊരു പങ്കുണ്ട്. അതായത് ഈ മക്കളുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോഴേ, അതായത് സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷൻ എടുക്കും. എന്തിനാണ് ട്യൂഷൻ എടുക്കുക? എനിക്ക് ഇപ്പോഴും ഞാൻ ട്യൂഷന് പോയിട്ടില്ല. അതിൻ്റെ കാരണം വേണമെന്നില്ല. നമ്മൾ സ്കൂളിൽ എന്തിനാണ് പോകണേ? സ്കൂളിൽ പഠിക്കാനായിട്ടാണ് പോകണേ. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ടീച്ചർ അവിടെ ജോലിക്ക് വെച്ചേക്കുന്നത് നമ്മളെ പഠിപ്പിക്കാനാണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഓരോ സ്റ്റുഡൻറ്റും വേണമെങ്കിൽ സംശയം ആ ടീച്ചറോട് ചോദിക്കാം. ഇതൊന്നും ചോദിക്കാണ്ട് അവിടെ സ്കൂളിൽ വർത്താനം പറഞ്ഞിരിക്കുമല്ലോ ഞാൻ. കാരണം ആ കുട്ടീനെ പണ്ട് കാര്യമില്ല. കുട്ടിക്ക് 5 മണിക്ക് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനാണ് ഒരു 8 മണി വരെ. ഈ 8 മണി ട്യൂഷൻ്റെ ആവശ്യം എന്താണ്? ഈ സ്കൂളിൽ പഠിപ്പിച്ച അതേ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ടീച്ചർ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞു തരുകയാണ്. അപ്പോഴും അവന് കളി എന്ന് പറഞ്ഞ സംഭവമില്ല. ഈ കളിയൊന്നും കൊടുക്കാണ്ട് ഈ എപ്പോഴും പഠിത്തം മാത്രം ഇരുന്നിട്ട് പിന്നെ ഇവർ അനുവദിക്കുന്ന 1 മണിക്കൂർ അല്ല അരമണിക്കൂറല്ല എന്തെങ്കിലും കളി അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുക. അങ്ങനെ സിനിമ കാണാനൊക്കെ സമ്മതിക്കണം ആളുകളുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ്റെ കളിയിലേക്ക് ഒന്നും ശ്രദ്ധിക്കാണ്ട് അവനും നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെങ്കിൽ അവളും നമ്മളെപ്പോലെ ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യ കൊച്ചാണ്, അവർക്കും ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മാതാപിതാക്കളെ മാത്രമേ ഈ കുട്ടികളും അംഗീകരിക്കുകയുള്ളൂ. അവരോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്ന രീതിയിൽ സംസാരിക്കുക. അല്ലാണ്ട് ഇപ്പം ഞങ്ങളുടെ തലമുറയ്ക്ക് അതിന് മുമ്പ് തലമുറയ്ക്കൊക്കെ പറ്റി വലിയ തെറ്റാണ്. ഞങ്ങളുടെ തലമുറയ്ക്ക് മുമ്പുള്ള തലമുറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പറ്റിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള തലമുറ അതിനേക്കാളും വലിയ തെറ്റായിരിക്കും. മക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല, ചിരിച്ചാൽ അവർ ചീത്തയായി പോകുന്നതാണ്. അങ്ങനെ എത്ര ചീത്തയായി പോകുന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുന്ന അനുഭവമാണ്. നമ്മളുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. പിന്നെ പറ്റിക്കുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട, പക്ഷെ നോക്കി വേണം ബന്ധപ്പെടാൻ. പക്ഷെ നമ്മുടെ സ്വന്തം മക്കളോട് നമ്മൾ നന്നായിട്ട് പെരുമാറിയാൽ മാത്രമേ തിരിച്ച് നമ്മുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ നന്നായിട്ടുള്ള പെരുമാറ്റം വഴി മക്കൾക്കും തോന്നണം ഈ അപ്പനോ അല്ലെങ്കിൽ ഈ അമ്മയൊക്കെ എൻ്റെ വേണ്ടപ്പെട്ട തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ പോകുമ്പോൾ ഇവർ പറയും, വീട്ടിൽ വന്ന് പറയും. വീട്ടിൽ വന്ന് എന്തായാലും പറയും, ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, എനിക്ക് മിഠായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയണമെങ്കിൽ ആ കുട്ടിക്ക് തോന്നണം എൻ്റെ അപ്പനോട് പറയാൻ ഫ്രീഡം ഉണ്ടെന്ന് തോന്നണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയാൻ ഫ്രീഡം ഉണ്ടെന്ന് തോന്നണം. അത് പറ്റില്ല. പിന്നെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ പള്ളി പോയേ പറ്റൂ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേതാണെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ. ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ആരാണ്? ഈ മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ അന്ധവിശ്വാസം അവരുടെ അപ്പൻ വഴി അവർക്ക് കിട്ടി, അത് അതേപോലെ തന്നെ എടുത്ത് മക്കൾക്കും കൊടുത്തു. അപ്പോൾ ഇതൊരു ലഹരിയാണെന്നോ ഇത് വെച്ചിട്ട് നാളെ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഇവിടെ പോയ ഒരാളും നിങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഒരു മനുഷ്യനും ലോകത്ത് എവിടെയില്ല. ഇതൊക്കെ സങ്കല്പത്തിൽ മാത്രമാണ് കാര്യമാണ്. അതിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയാണെങ്കിൽ ഓരോ ജാതിക്കും ഓരോ ദൈവങ്ങളുണ്ടല്ലോ. ഈ ദൈവങ്ങളെല്ലാം കൂടി ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും?
അവസാനം പറയും എല്ലാം കൂടെ ഒറ്റത്തേക്ക് പോകുന്നത്. എന്നാൽ പിന്നെ ഇതൊന്നും ഇല്ലാണ്ട് ചെയ്യാമല്ലോ. ഒരു നിഷ്ഠയില്ലാണ്ട് ഇപ്പോൾ ഹിന്ദു ചെയ്യണം നിഷ്ഠപ്രകാരം ചെയ്ത് അവർ വൈകുണ്ഠത്തിലായിരിക്കും പോവുക, മുസ്ലിം ചെയ്യണം നിഷ്ഠപ്രകാരം പോയി അവർ അവരുടേതായ സ്വർഗത്തിലായിരിക്കും പോവുക. അപ്പോൾ ഇത്രയും സ്വർഗങ്ങൾ അവിടെ ഉണ്ടോ? നമ്മളിപ്പോൾ ഇത്രയും ഈ പ്രോബ്സ് ചർച്ച നടത്തിയിട്ട് ഇത്രയും സ്പേസ് പ്രോബൊക്കെ നടത്തിയിട്ട് ഒരൊറ്റ സ്വർഗം പോലും എവിടെ കണ്ടില്ല. ഇവരീ പറഞ്ഞത് ആകാശം എന്ന് പറഞ്ഞാൽ ഇത്ര 20-30 കിലോമീറ്ററിന് മുകളിലേ ഉള്ളൂ. അതിന്റെ മുകളിലേക്കും പോയി സ്പേസും പോയിട്ട് അപ്പുറം 400 കിലോമീറ്റർ മുകളിൽ സ്പേസിലാണ് ഇപ്പോൾ മറ്റേ സാധനം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ മുകളിൽ പോയ സ്പേസിന്റെ ആ ഒരു ഷട്ടിൽ ചുറ്റിക്കൊണ്ട് അത്രയും മുകളിലാണ്. എന്നിട്ട് അതുപോലും കാണാൻ പറ്റില്ല സ്വർഗവും നരകവും. അപ്പൊ ഈ ഒരു അന്ധവിശ്വാസി ജീവിക്കുന്ന ആളുകളെ അവർ തന്നെ ശരിയല്ല. പിന്നെ എന്തിന്റെ പേരാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ കഴിക്കുന്ന മയക്കുമരുന്നൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വീട്ടിൽ തുറന്ന് സംസാരിക്കാൻ ഒരപ്പനും അമ്മയും അല്ലെ കുട്ടികളുണ്ടെങ്കിൽ അവരൊരിക്കലും അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചും അങ്ങനെ പോയ ചരിത്രമില്ല. അപ്പം പിന്നെ ഇനി അത്യാവശ്യം ഇപ്പോൾ ഒരു ചെറിയ കുറച്ച് മദ്യങ്ങളൊക്കെ ഈ മദ്യം ഒരിക്കലും കഴിക്കാൻ പാടില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഞാൻ കണ്ടൊരു കാര്യമാണ്. പല വീട്ടിലും മദ്യം തൊടാൻ പാടില്ല. കൊച്ചു കണ്ടിട്ടില്ല, മദ്യം കണ്ടിട്ടില്ല. ഇവൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴായിരിക്കും കൂട്ടുകാരടുന്നായിരിക്കും മദ്യം കാണാം. അവിടെ ഒന്ന് രുചിച്ച് വെക്കും, പിന്നെ എന്ന് രുചിക്കും, അങ്ങനെ അതിൽ അഡിക്റ്റ് ആയിട്ട് പോകും. അത് വീട്ടിൽ ചിലപ്പോൾ ക്രിസ്ത്യൻ കുടുംബങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. വീട്ടിൽ തന്നെ അവർ ചിലപ്പോൾ ക്രിസ്മസിനൊക്കെ കുറച്ച് മദ്യമൊക്കെ എല്ലാം കൊടുക്കണം, അപ്പോൾ കഴിക്കണം. അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഇത് ഇത്ര വലിയ കഥയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരളിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ഒരു ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ കഴിച്ചിട്ട് എനിക്ക് അതിന് അഡിക്ഷൻ വന്നില്ല. ഞാൻ ഇതിലും വലിയ സ്ഥലങ്ങളിലൊക്കെ പോയി നിന്നപ്പോൾ ഞാൻ നല്ലവനാന്ന രീതിയിൽ പറഞ്ഞല്ല, എനിക്ക് അഡിക്ഷൻ വേണ്ട, എൻ്റെ ബോഡിക്ക് ശരിയില്ലാന്ന് എനിക്കുള്ള വ്യക്തമായ ബോധമുള്ള കാരണം ഞാൻ കഴിച്ചിട്ടില്ല. പുക വലിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് അതൊരു അഡിക്ഷനായി പോയി ഞാൻ എൻ്റെ ലങ്സ് പോകുന്നുള്ള ബോധ്യം എനിക്കുള്ള കാരണം ഞാൻ വലിച്ചിട്ടില്ല. ഈ അവയർനെസ് മാത്രം കൊച്ചിനുണ്ടായാൽ മതി. ആ കൊച്ചിന് നിങ്ങൾ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ വലിയ കൺട്രോളിനും വേണ്ട. കാരണം ഭാവിയിൽ നമ്മളൊക്കെ മരിച്ചു പോകും. അപ്പോൾ കുട്ടികളാണ് അവരെ സ്വന്തം കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഒരു എക്യുപ്ഡ് ആക്കി വെക്കുക എന്ന് മാത്രമേ അപ്പനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റൂ. സമൂഹത്തിലും അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം കേരളത്തിൽ ബിയർ പാർലർ ഓപ്പൺ ആക്കാൻ സമ്മതിക്കില്ല. ഫുൾ ലഹരി വിമുക്തമാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ ലഹരി വിമുക്തമാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പള്ളികളും അമ്പലങ്ങളൊക്കെ പൂട്ടിക്കണം. അത് ലഹരിയല്ലേ, രാഷ്ട്രീയ ലഹരിയല്ലേ? ഇത് ഓരോരുത്തർ ശ്രദ്ധിച്ചാലും മതി. അവർക്ക് ചിലർക്ക് രാഷ്ട്രീയം ലഹരിയായിരിക്കും, ചിലർക്ക് മതം ലഹരിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ അവർക്ക് ചെയ്യാം, പക്ഷെ മറ്റേ സാധനം ചെയ്യാൻ പാടില്ല. എല്ലാം ലഹരിയാണ്. അതിൽ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ലഹരികൾ ബാൻ ചെയ്തോട്ടെ, പക്ഷേ ഇത് ബാൻ ചെയ്ത് മദ്യവും മറ്റും ബാൻ ചെയ്ത കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിദേശികൾ വരില്ല. തൊട്ടടുത്തുള്ള ഗോവയിൽ എന്തുകൊണ്ട് ആൾക്കാർ പോകണം? അതിനേക്കാളും സുന്ദരമായ സ്ഥലങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ള. പക്ഷേ കേരളത്തിലേക്ക് വരാൻ ആൾക്കാർക്ക് മടിയാണ്. ഇവിടെ കുറച്ച് കടൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ബിയർ ഇല്ല, അത് കിട്ടില്ല, ഇത് കിട്ടില്ല, എല്ലാം ബാൻഡാണെങ്കിൽ അത് രാഷ്ട്രീയക്കാർ കുറച്ച് വോട്ടിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ പറയുന്നതാണ് ലോകം പോണേ. ലോകത്ത് ഇന്ത്യക്ക് പുറത്ത് എല്ലാവർക്കും അറിയാമല്ലോ ലോകം ഇങ്ങനെയൊന്നുമല്ല പോണേ. ഈ കേരളത്തിൽ എന്ന ഒരു സ്ഥലത്ത് മാത്രമുള്ള അല്ല ലോകം. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ലോകം കാണാം. എന്തുകൊണ്ട് ഇവിടെ നിന്ന് ബാംഗ്ലൂർ അവിടെയൊക്കെ ആൾക്കാർ കൂടുതലായിട്ട് പോകണം? ഗോവയിലേക്ക് എന്തിനു പോകണം? ഇവിടെ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ മദ്യം അവൈലബിൾ ആയിരുന്നെങ്കിൽ ഈ കള്ളവാറ്റം ഉണ്ടാവില്ല. ആരും ഈ മറ്റേ മദ്യം കഴിച്ചാൽ ആരും മരിക്കില്ല. ലഹരി കുറച്ച് ഇല്ലാണ്ട് നിൽക്കുന്ന കുറച്ച് ലഹരി കൊടുത്തോട്ടെ. ഇപ്പൊ ഈ മോർഫിനെല്ലാം നമ്മൾ ഈ പറഞ്ഞ ലഹരി പോലും നമ്മൾ മെഡിക്കൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിന്റെ കേസ് വരുമ്പോൾ നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൺട്രോൾഡായിട്ട് MDMA കണ്ടോട്ട് ഉപയോഗിക്കാനല്ല പറയണേ. MDMA എന്നുള്ള സാധനം വേണ്ട എന്നുള്ള അവർക്ക് ചെറുപ്പത്തിലെ ബോധ്യം. ഇതിൻ്റെയൊക്കെ മെയിൻ സംഭവം തുടങ്ങുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LKG ഉണ്ടാവണം. LKG UKG 1, 2, 3. അതായത് ജപ്പാൻ, ചൈന അങ്ങനെയുള്ള സ്ഥലത്തെ സ്കൂളുകളുടെ കുറേ വീഡിയോസും കുറേ കാര്യങ്ങളും ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് വരെ പാഠ്യപദ്ധതിയൊന്നുമില്ല. എങ്ങനെ ലൈഫ് സ്കിൽസ് വളർത്തിയെടുക്കാം, അതായത് എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം എങ്ങനെ ക്ലീൻ ആക്കാം, എനിക്ക് എങ്ങനെ കുക്കിംഗ് നടത്താം, പാചകം ചെയ്യാം, പിന്നെ വീട് എങ്ങനെ വൃത്തിയാക്കാം, മുറ്റം എങ്ങനെ അടിക്കാം, അങ്ങനെ ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം. കൊച്ചു പിള്ളേരാണ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അത് എല്ലാവരും പഠിക്കുകയാണ്. അവർ 1ാം ക്ലാസ് ആകുമ്പോഴേക്കും ആ വീട്ടിൽ വേലക്കാരുടെ ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഇവർ ഈ ലോവർ കിൻഡർ ഗാർഡനിൽ അവരുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരായോ ഇല്ല, ആരുമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അവരിരിക്കുന്ന ചുറ്റും അവർ തന്നെ ക്ലീൻ ആക്കാം. അങ്ങനെ അവിടുത്തെ ലാട്രിൻ ക്ലീൻ ആക്കുന്ന കൊച്ചു കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വരാവുന്നേ ഉള്ളൂ. അപ്പോൾ അവർ പറയും എൻ്റെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടില്ലെന്ന് പറയും. എൻ്റെ കുട്ടിയെ കൊണ്ട് അവിടെ ചെയ്യിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേലക്കാരൻ്റെ എണ്ണം കൂടും. അവസാനം ചിലപ്പോൾ ഈ കുറേ കാലം കട്ടി കൊച്ചിങ്ങനെ പല വഴിക്കും പോകും. റെസ്പോൺസിബിലിറ്റി എന്ന സാധനം ഇപ്പോൾ കൊച്ചിനുണ്ടാവില്ല. റെസ്പോൺസിബിലിറ്റി ഉണ്ടാണെങ്കിൽ അവൻ പണിയെടുക്കണം. ദിവസവും ചെറിയ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എണിക്കുമ്പോൾ തന്നെ നമ്മുടെ കിടക്ക വിരിച്ചു വയ്ക്കുക, നീറ്റാക്കി വയ്ക്കുക, അവൻ ഇരിക്കുന്ന റൂമൊന്ന് നീറ്റാക്കി വയ്ക്കുക. ഈ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾക്ക് ഈ പറഞ്ഞ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാൻ പറ്റുന്നില്ല. അടിമയാവേണ്ട കാര്യമില്ല, കാരണം അവനെല്ലാം കൺട്രോൾ ചെയ്യാൻ അറിയാം. അതുപോലെ ഈ മതത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും ഒക്കെ അടിമയാവേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തിത്വ വികസനം
അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ ചെറുപ്പം മുതലേ ഞാൻ തന്നെ 35 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പാചകം ചെയ്യാൻ പഠിച്ചത്. കാരണം അത് ആണുങ്ങൾ പാചകം ശരിയാകുന്ന ലെവലിലാണ് പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ്. അത് ഞാൻ ഒരു സ്ഥലത്ത് പോയി ജീവിച്ചപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടി. പക്ഷേ 3 മുറിയൊക്കെ ഉണ്ട്, വലിയ അടുക്കളയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പാചകം ചെയ്യാൻ അറിയാൻ പാടില്ല. ഞാൻ പട്ടണം കിടക്കുക ചെയ്തത്. കാരണം അവിടെ മെസ്സ് കൊള്ളില്ലായിരുന്നു. ഉത്തർപ്രദേശിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ പുറത്ത് കഴിക്കാൻ നല്ല രുചിയുള്ള വാറിൽ ഞാൻ പട്ടണം കിടന്ന് എല്ലും കോലായി പോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കിങ്ങനെ ഈ പാചകം പഠിച്ചെടുത്ത് കുഴപ്പമില്ല. ഞാൻ പിന്നെ പാചകം പഠിച്ചു. ഇപ്പോൾ എനിക്ക് എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കാൻ അറിയാം. ഇത് ചെറുപ്പത്തിലേ പഠിച്ചിരുന്നെങ്കിൽ എത്ര കൊല്ലം വേസ്റ്റാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ പാചകം എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഗൾഫിൽ പോയി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്ത ഇവിടുത്തെ എത്ര ആണുങ്ങൾ വീട്ടിൽ പാചകം ചെയ്യുന്നുണ്ട്. വൈഫ് എന്ന് പറഞ്ഞ ആൾ മാത്രം ചെയ്യണ്ടല്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാമല്ലോ. അങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ ഡൈവോഴ്സിന്റെയും ഈ കുടുംബകലഹത്തിന്റെയും ഈ സീരിയൽ പണ്ടാരും എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെ ഒരു മിക്സഡ് കൾച്ചറാണ് എല്ലാത്തിന്റെയും. ഈ സീരിയൽ കാണാത്ത മിക്ക വീട്ടിലും സീരിയൽ കാണാത്ത ഒരു വീടുണ്ടാവാൻ വഴിയില്ല. ആ സീരിയലിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുന്ന് ഒരുത്തൻ വെറുതെ ഇരുന്ന് എഴുതുന്ന ഒരു സംഭവമാണ്. അവൻ ആ ഓരോ സീരിയലിൽ എന്തും ടെൻഷൻ ഉണ്ടാക്കണം. ടെൻഷൻ ഉണ്ടാക്കിയിട്ട ഒരു സാധനമായിരിക്കും ഇത് കാണുന്ന ആൾക്ക് മുന്നിൽക്കുള്ളിൽ കയറി അവിടെ വരുന്ന മരുമക്കളെയും അല്ലെങ്കിൽ മക്കളെയൊക്കെ തലയിലേക്ക് ഇട്ടിട്ട് അവിടെ അടിയായി. പിന്നെ കോടതിക്കും മണിയെ കുറെ വക്കീലന്മാർക്ക് ജീവിച്ചു വന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ പഴയ കാലങ്ങൾ വളരെ നല്ലതാണ്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴാണ് ഏറ്റവും നല്ല കാലം. ഏറ്റവും നല്ല കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഈസ് വെരി മച്ച് അഡ്വാൻസ്ഡ്. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കൂടിയ സമയത്ത് പണ്ടത്തെ ഒരു 19ാം നൂറ്റാണ്ടിൽ 20ാം നൂറ്റാണ്ടിൽ രാജാവിന് പോലും കിട്ടാത്ത സൗകര്യങ്ങൾ ഇപ്പോൾ ഓരോ ആൾക്കാരും കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും സൗകര്യമുള്ള ഈ സമയത്ത് ജീവിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും നല്ല കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അല്ലാണ്ട് പഴയ കാലഘട്ടം ഒന്നല്ല. അത് ഇപ്പോഴത്തെ പിള്ളേരാണ് ഏറ്റവും നല്ല സമയത്ത് ജീവിക്കുന്ന ആൾക്കാരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായിരുന്ന ഈ സൗകര്യങ്ങൾ കിട്ടി. അതിന് നമ്മളും കൂടെ അനുഭവിക്കുകയാണ്. അപ്പോൾ പിള്ളേർ മാത്രമല്ല, അവരെ അധികം കുറ്റം പറയാതെ, കുറ്റങ്ങൾ പലതും അവർ കണ്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊരു പഠിക്കാൻ സമയം കൊടുക്കുക, അവർക്ക് നല്ലത് കാണാൻ സമയം കൊടുക്കുക. നല്ലത് കാണാൻ സമയം കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവരും ഇതൊക്കെ ചെയ്യുക. അപ്പോൾ അതിലും കുറച്ച് തെറ്റിപ്പോണ്ട പിള്ളേരുണ്ടാവും. നമുക്ക് അവരെ മാറ്റി നിർത്താം. അപ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് ഇപ്പോൾ 2012 ചെയ്ത എത്രയോ നല്ല പിള്ളേരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് SMS അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ വിവരങ്ങൾ അറിയിക്കുന്നു, ഓരോരുത്തർ രക്ഷിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പിള്ളേർ കൂട്ടത്തോടെ കുറ്റം പറയുന്നത്. അവർക്ക് അവരുടെ ഫാൾട്ട് ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തിരുത്തി കൊടുത്തിട്ട് ഇതിന്റെ ഭവിഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ സിനിമ കാണാമെന്നുള്ള ലഹരിയാക്കി, ഞാൻ സിനിമ കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും നഷ്ടമൊന്നുമില്ല. അങ്ങനെ അതിൽ പാട്ട് കേട്ടാന്ന് കുഴപ്പം. പാട്ട് കേട്ടാലും ഇപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിൽ കാസറ്റിൽ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവർക്കും പാട്ട് കേൾക്കുക, എല്ലാ വീടുകളിലും പാട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും അതൊരു ലഹരിയാണ്. ആ ലഹരിയെ നല്ല ലഹരിയിലേക്ക് മാറ്റുക. അതുപോലെ സീരിയലിൻ്റെ എണ്ണം കുറയ്ക്കുക, ഈ മതത്തിൻ്റെ തീവ്രത കുറയ്ക്കുക. പിന്നെ കുറച്ചും സയൻസിൻ്റെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിക്ക വീടുകളും, പക്ഷെ അത് സാധ്യമായുള്ള സാഹചര്യം വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ വിവരമുണ്ടെന്ന് വെറും വർത്തമാനം മാത്രം പറയുകയാണ്. വിവരം വളരെ കുറവായ ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഉത്തർപ്രദേശിലൊക്കെ ഞാൻ കുറേ ജീവിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ വിദ്യാഭ്യാസം കുറവാണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള അടുപ്പം വളരെ കൂടുതലാണ്. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് വീട് പണിയണ പോലും കയ്യിൽ കാശില്ലെങ്കിലും കണ്ടവൻ്റെ വീടിനേക്കാളും ഒരു ഇഷ്ടിക മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട് പണിയും. അത് കടം വാങ്ങിച്ചിട്ടായാലും പണിയും. പിറ്റേ ദിവസം ഈ വീട് വിൽക്കേണ്ട വരും, എൻ്റെ ചട്ടിക്കുള്ളിലേക്ക് പോകും. ഇത് കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോൾ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള പല വീടുകളിലും പല ഫ്ലോർസും അടച്ചിട്ടിരിക്കുകയാണ്. അതായത് തുടയ്ക്കാൻ അവർക്ക് പറ്റില്ല. ചെറിയ 3-4 മുറികൾ, 2-3 മുറിക്കാണ് ആൾക്കാർ തുടയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും മുറികൾ വെറുതെ ആവശ്യമാണ് പണിതിട്ട കാരണം അവർക്ക് മുറി തുടയ്ക്കാൻ പോലും പറ്റാത്ത കാരണം അടച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ വേണ്ടി പണിത വീടാ പണിത്. ഞാനിപ്പോൾ പറയുമ്പോൾ പലതും പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം സയൻസിന്റെ അറിവില്ലായ്മ കാരണം മാത്രമാണ് ഇതെല്ലാം വരുന്നത്. സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ലെവലിൽ ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഈ ഒരു ശാസ്ത്രീയ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിൾ ലുക്ക് അറ്റ് ചൈന, ലുക്ക് അറ്റ് ജപ്പാൻ. അവരുടെ കുട്ടികൾ അവരെങ്ങനെ പഠിപ്പിക്കുന്നു നോക്കി കഴിഞ്ഞാൽ അതുപോലെ ഇവിടെ വരുമായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോഴും കുറച്ച് പേരൊക്കെ മദ്യം കഴിക്കാനൊക്കെ പോയിക്കോട്ടെ, നമുക്ക് ഫുള്ളി കളയാനൊന്നും പറ്റുമൊന്നുമില്ല ഇത്. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള പിള്ളേർ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വീട്ടുജോലിയൊക്കെ അവർ തന്നെ ചെയ്യും, നമ്മൾ പറയാണ്ട് തന്നെ ചെയ്യും. അവർക്കൊരു ഉത്തരവാദിത്തം വരും. നമുക്ക് ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് തന്നെ ഒരു പണി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ലൈഫ് ഒരിക്കലും ബോറാവില്ല. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഇത്ര മണിയുണ്ട്, വൈകുന്നേരം വരെ ഇത്ര മണിയുണ്ട്. അങ്ങനെ ചെയ്തു പോകുന്ന ഒരാൾക്ക് വേറെ സമയം ഈ കള്ളുടിക്കാനും മറ്റേ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാനും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അർത്ഥവത്തായ ലൈഫ് ജീവിക്കാൻ പറ്റും. 24 മണിക്കൂർ എല്ലാവരും കിട്ടണേ. അപ്പോൾ 24 മണിക്കൂർ കിട്ടുമ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
പിന്നെ ഒരു വാൽകഷ്ണം പോലെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് കുറേ കണ്ടതാണ് ഈ ഫോൺ നോക്കിയിരിക്കുക. പിള്ളേരൊക്കെ ഫോണും കുത്തിയിരിക്കുകയാണ് രാത്രി 11 മണി 12 മണി എന്നൊക്കെ. ഈ ഫോണിൽ ഇപ്പോൾ നല്ല വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഫോൺ നോക്കുന്ന ആളാണ്. രാത്രി 11 12 വരെ ഫോൺ നോക്കിയിരിക്കാറുണ്ട്. നമ്മൾ എന്ത് നോക്കുന്നു എന്നുള്ളതാണ് അതിൽ കാര്യം. മെയിൻ കാര്യം നമ്മൾ എന്ത് നോക്കുന്നു, അത് നമുക്ക് ഇഷ്ടമാണ് നോക്കുന്നത്. അതിൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ, ഓരോ ദിവസം ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളായത് നമുക്ക് എടുക്കാൻ പറ്റുമോ, അത് മാത്രം നോക്കിയാൽ മതി. പണ്ട് കമ്പ്യൂട്ടർ നോക്കിയെന്നവർ തന്നെയാണ് ഇപ്പോൾ ഈ ഫോൺ നോക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വ്യക്തിത്വ വികാസത്തിനും പിന്നെ നമുക്ക് നോളജിനും വേണ്ടിയിട്ട് ആ ഫോൺ തന്നെയാണ് തന്നെ. ഇപ്പോൾ ഈ ഫോണുള്ള കാരണം എനിക്ക് എവിടെ പോയാലും കാശ് കൊടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെന്താ, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ഉള്ളി വെച്ചിട്ട് തന്നെ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാം, പല കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈവൻ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ പോലും നമുക്ക് ഫോണിൽ തന്നെ കുത്തിക്കളിച്ചുകൊണ്ട് തന്നെയാണ്. ഈ പഴയ തലമുറയിലെ പൊട്ടന്മാരാണ് പറയുന്നത് ഈ ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഈ പരണന്മാർക്ക് പലർക്കും ഫോൺ നോക്കാൻ പോലും അറിയാൻ പറ്റാത്തമാരാണ്. അപ്പോൾ ഈ ഫോൺ എന്നുള്ള ആ ഒരു ടെക്നോളജിനെ നന്നായിട്ട് എടുക്കാൻ മനസ്സിലാക്കുക. അതായത് ഈ പ്രായമുള്ള ആൾക്കാരുടെ ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാണ്ട് ഞോണ്ടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരായിരുന്നു നിങ്ങളുടെ 2018 രക്ഷിച്ചതെന്നും മറക്കാണ്ടിരിക്കുക. നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ പ്രായമുള്ള പലരെയും രക്ഷിച്ചത് ഈ ഫോൺ ഞോണ്ടിക്കൊണ്ടിരുന്ന പിള്ളേർ തന്നെയാണ്. അല്ലെങ്കിൽ അതറിയാൻ ഞോണ്ടാൻ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞോണ്ടാൻ പഠിക്കുക. ഫോൺ നന്നായിട്ട് ഞോണ്ടാൻ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഇന്നിൽ ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ലൊരു ഭാവി ഉണ്ടാവും. എനിക്കതേ പറയാനുള്ളൂ. അല്ലാണ്ട് ഈ കേരളത്തിൽ സാധാരണ മീഡിയ വന്നത് അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ വന്ന പല കാര്യങ്ങളും പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നന്മ പലരും കാണാണ്ട് തിന്മ മാത്രം കൊണ്ട് ജീവിക്കുന്നവരാണ് പണ്ട് പോലെ കേരളത്തിലുള്ള ആൾക്കാർ. അത് തൊട്ടടുത്തുള്ളവരെ നമുക്ക് നോക്കിച്ചിരിക്കും, പക്ഷെ ഉള്ളിൽ ഇവനൊന്ന് ചീത്തയായി പോയെങ്കിലും നമ്മളായിരിക്കും വിചാരിക്കുക. പൊതുവേ നമുക്കറിയുന്ന കാര്യമാണത്. അപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞതിനും പണ്ട് കാര്യമൊന്നുമില്ല. മലയാളത്തിൻ്റെ മെയിൻ സ്വഭാവം അതാണ്. അത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തിന് എങ്ങനെ പാര പണിയാന്നുള്ളതാണ് നോക്കുന്നത്. എനിക്ക് എൻ്റെ നല്ലതല്ല നോക്കുന്നത്, തൊട്ടടുത്തിന് എങ്ങനെ പണിയാം, എന്നിട്ട് അവൻ താഴെ പോകുമ്പോൾ നമുക്ക് ചിരിക്കാം. ഇതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പല മീഡിയയിലും ഈ പിള്ളേരെ ഇങ്ങനെ കുറ്റം പറയുന്നത്. പിള്ളേരെ കുറ്റം പറയാൻ പാടില്ല എന്നല്ല, പറയേണ്ടവരെ പറയണം. വൃത്തികെട്ടന്മാരുണ്ടായത് അല്ലാത്തവരെ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ചീത്തയാക്കരുത്. അപ്പോൾ അവരെ പ്രോത്സാഹനപ്പെട്ടെ അവർ നന്നാവട്ടെ. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് അവരാരും ഇപ്പോൾ ഇവിടെ നിൽക്കാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കാരണം എന്താണ്? ഇവിടെ ജീവിക്കാൻ പറ്റിയ ക്വാളിറ്റിയോ ഒന്നും അവർക്ക് ശരിയാവണം. അത് കൊടുക്കേണ്ട പ്രൊവൈഡേഴ്സ് ബാക്കിയുള്ളവരാണ്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരാണ്. ഇതൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ഞാൻ വലിയൊരു കുറച്ച് പ്രായമുള്ള ആളാണെന്ന് പറഞ്ഞ സൊസൈറ്റി ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് പിന്നെ പ്രായമാകുമ്പോൾ മക്കൾ വന്നില്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അവരോട് മര്യാദയ്ക്ക് പെരുമാറണം, അല്ലെങ്കിൽ ആ ഒരു തലമുറ നന്നായിട്ട് കാണണം. അതിലുള്ള വിഴുപ്പുള്ള ആൾക്കാരെ എടുത്ത് മാറ്റ്, വൃത്തികെട്ടന്മാരൊക്കെ എടുത്ത് മാറ്റ്, അല്ലെങ്കിൽ വൃത്തികെട്ടന്മാരൊക്കെ എടുത്ത് മാറ്റ്. അല്ലാത്തവരെ കാര്യം പറഞ്ഞത് ഫോൺ ഞോണ്ടാൻ പിള്ളേരെ പഠിപ്പിക്കുക, നല്ല രീതിയിൽ ഞോണ്ടാൻ തന്നെ പഠിപ്പിക്കണം. സോ വീഡിയോ കണ്ടവർക്ക് നന്ദി, നമസ്കാരം.